കഴിച്ചോ? കാലില് വെള്ളം. ശരി, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഉച്ചഭക്ഷണമായിട്ട് പോവുകയാണ്. വിശന്നിരിക്കുന്ന കുറേ ആളുകളെ നമുക്ക് കണ്ടുപിടിച്ച് അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ, നമ്മൾ നടക്കുന്ന വഴിയിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ പലപ്പോഴും റോഡരികിലൊക്കെ ഇരിക്കണ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞാനും സ്ഥിരം കാണുന്ന ചില കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരെയും ഒന്നും നമുക്ക് ഊട്ടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും ഒന്ന് വിചാരിച്ചാലേ ചിലപ്പോൾ ഒരു പൊതിച്ചോറ്, നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും ചോറൊക്കെ വെക്കുന്നതാണ്, മക്കൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറങ്ങുമ്പോൾ എല്ലാവരും പൊതി കെട്ടുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു പൊതി ഊണോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ കരുതിയാൽ ഒരാളുടെ വിശപ്പ് മാറും. അങ്ങനെ നമ്മളൊരു ക്യാമ്പയിൻ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുക. ഇനിയും ഇതുപോലെ, ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഭക്ഷണ പൊതികൾ നമ്മളെ സമയം പോലെയൊക്കെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാനും വേണ്ടി തോന്നുകയും വേണം. കാരണം വിശപ്പ് എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. ബാക്കിയെല്ലാം നമ്മൾ ചിലപ്പോൾ മറികടക്കും. പക്ഷേ വിശപ്പ് എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മളെ വല്ലാതെ എന്താ പറയുന്നത്, പേടിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വികാരം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വിശന്നിരിക്കുന്ന ആളുകളിലേക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു നേരത്തെ ആഹാരം എത്തിക്കാൻ പറ്റട്ടെ. അപ്പോൾ നമുക്കിനി തുടങ്ങാം. നമ്മളിനി കുക്കിങ്ങൊക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പോൾ വാ. നമുക്ക് മീൻ വറുക്കാൻ ഇടാം. നമ്മളിനി ഇതിൻ്റെ കൂടെ നമുക്ക് എരിശ്ശേരി ഉണ്ട്, പിന്നെ മോരുകറി വെക്കുന്നുണ്ട്, ഒരു ചമ്മന്തി അരയ്ക്കണം. ഇതൊക്കെയാണ് ഉദ്ദേശിച്ചേക്കണത്. നമ്മൾ ചമ്മന്തിക്കാണ്. ഞാൻ കുറേ ദിവസം മുന്നേ കുറേ മാങ്ങ കിട്ടിയപ്പോഴേ ഉപ്പിലിട്ട് വെച്ചേർന്നതാണ്. അപ്പം ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ഇതുപോലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഭയങ്കര രസമാണ്. എന്നിട്ട് ഈ മണമുള്ള ഉണ്ടമുളകും കൂടെ ചേർക്കണം. ചമ്മന്തി അരച്ച് വെച്ചു കേട്ടോ. സാധാരണ ഇവിടെയൊക്കെ ഇങ്ങനെ ചുവന്ന ചമ്മന്തിയാണ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി പറഞ്ഞുതരാം. ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ തേങ്ങ ഉണ്ട്, ഞാൻ എന്താ ഒരു 3-4 മുളക് ഇട്ടിട്ടുണ്ട്, 2 കഷ്ണം വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, പിന്നെ കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി. പുളിശ്ശേരി വെക്കുമ്പോഴേ ഞാൻ വെള്ളം ചേർക്കാറില്ല. കഷ്ണം വേവിക്കുമ്പോൾ ചേർക്കണേ, അല്ലാതെ തേങ്ങ അരയ്ക്കണത് എല്ലാം ഞാൻ തൈര് വെച്ചിട്ടാണ്. അതുകൊണ്ട് നല്ല കുറുകിയിട്ടിരിക്കും. കാണിച്ചു തരാം ഞാൻ അരച്ച് കഴിയുമ്പോൾ. ഞാൻ അരച്ചെടുത്ത് തേങ്ങയും ജീരകവും പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ അരച്ച് വെച്ചാണ്. ഞാൻ ഇതിപ്പോൾ കപ്പങ്ങയാണ്. കപ്പങ്ങ എന്ന് വെച്ചാൽ നമ്മളെ പപ്പായ എന്ന് പറയില്ലേ, പപ്പായ ഞാൻ വേറെ വേവിച്ച് വെച്ചായിരുന്നു. അതാണ് ഇതിന് കഷ്ണം. ഇപ്പോൾ മാമ്പഴമോ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഏത്തക്കായോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പം നമുക്കിപ്പോൾ വേറെ വിഷമൊന്നും ഇല്ലാത്തൊരു സാധനം, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന സാധനം ആയതുകൊണ്ട് പപ്പായ ഇട്ടു. ഇതിന് ഈ പുളിശ്ശേരിക്ക് ഒരു ഇതുണ്ട്, വല്ലാണ്ട് തിളച്ച് കഴിഞ്ഞാൽ മോര് പിരിയുമെന്ന് പറയണ കേൾക്കാം. ഞാൻ അതുകൊണ്ട് അങ്ങനെ വല്ലാതെ തിളപ്പിക്കാറില്ല. കുറച്ച് ഒന്നായി കഴിയുമ്പോൾ അങ്ങോട്ട് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യും. ഉപ്പും അതുപോലെ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് വാങ്ങി വെച്ചിട്ടേ ഞാൻ ഉപ്പ് ഇടാറുള്ളൂ. അപ്പം നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഇത് എരിശ്ശേരി ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, മാങ്ങാ ചമ്മന്തി, അച്ചാറ്, മീൻ വറുത്തത്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ശരിയാക്കിയെന്നേ ഉള്ളൂ. നമുക്കിടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ രാവിലെ ഒരു ഒഴിച്ച് കയറി ഒരു തോരൻ, ഇത്രയൊക്കെ ആയിരിക്കും എൻ്റെ വീട്ടിലെ കറികൾ. അപ്പോൾ അങ്ങനെയുള്ള അത് മതി. നമ്മളൊരു ഭക്ഷണം കൊടുക്കലാണ്, അല്ലാതെ ഭയങ്കര വിഭവസമൃദ്ധമാക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. നിധി ഉണ്ട് എൻ്റെ കൂടെ. നിധിയെ നിങ്ങൾ മറ്റേ ദോശയുടെ വീഡിയോയിൽ അല്ലേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ നിധിയുടെ വീടും ഇവിടെ അടുത്താണ്. അപ്പോൾ നിധിയും നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തോളൂ. നിധിക്ക് ആദ്യം കൊടുത്തു നോക്കട്ടെ പുളിശ്ശേരിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ 3 മിനിറ്റിലുള്ള പുളിശ്ശേരിയാണ്. കൊള്ളാമോടാ? നമുക്ക് ഇച്ചിരി കൂടെ കട്ടിയാണ്. തിരുവനന്തപുരത്ത് കുറച്ചുകൂടി ലൂസിലാണ് ഉണ്ടാക്കുക അല്ലേ, കുറച്ചും കൂടി കട്ടിക്കാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. പൊതിയാൻ പോകുക, ഇലയെല്ലാം മാറ്റി വെച്ചു. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ നമ്മളെ വീഡിയോ ഇപ്പോൾ ചിലപ്പോൾ 10,000 പേരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുള്ളൂ, ആയിക്കോട്ടെ. പക്ഷേ അതിനകത്തുനിന്ന് ഒരാളെങ്കിലും ഇതുപോലെ ഒരു ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ വിശന്നിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കൊന്നും അറിയാം, ഒരു സന്തോഷം. അതുകൊണ്ട് വേറെ ഒന്നും നല്ല ഉദ്ദേശം, ഒരു സന്തോഷം. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. എനിക്ക് പേഴ്സണലി ഫോട്ടോ അയച്ചു തരാൻ പറ്റുമെങ്കിൽ എനിക്ക് അയച്ചൊക്കെ തരണം. ഫോട്ടോ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ചിലയിടത്ത് പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ അവരുടെ എല്ലാവരും നമുക്ക് വീഡിയോ എടുക്കാൻ, അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് 1-2 പേരെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നല്ല മഴയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല ഈ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോഴുള്ള സാഹചര്യങ്ങൾ, വിശന്നിരിക്കുന്നവരുടെ അവസ്ഥ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ യൂട്യൂബറായി. നാളെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഈ റോഡിലിരുന്ന് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥ വരില്ല എന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല.
വന്നേക്കാം. നമ്മൾ ഇടയ്ക്ക് കണ്ടില്ലേ കോഴിക്കോട് ഒരു നല്ലൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറെ തമ്പാനൂരിൽ നിന്ന് ഭിക്ഷക്കാരിയായിട്ട് കണ്ടത്. നമ്മളെ ദിവ്യ എസ് അയ്യർ അവരൊക്കെ ഇല്ലേ IAS, അവരെയൊക്കെ പഠിപ്പിച്ച് അവരുടെയൊക്കെ ഒരു ടീച്ചറാണ്. പക്ഷെ അത്രയും ഉയർന്ന നിലയിൽ നിന്ന ടീച്ചർ മാനസിക അസ്വാസ്ഥ്യം ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തമ്പാനൂരിൽ നിന്ന് ആ ടീച്ചറിനെ കണ്ടു പത്രത്തിലൊക്കെ വാർത്തയൊക്കെ വന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ ആർക്കെങ്കിലും ഒക്കെ ഇതൊക്കെ വരില്ല എന്നൊന്നും ഒരുറപ്പുമില്ല. എത്ര പദവി പണം എന്തൊക്കെ ഉണ്ടെങ്കിലും നാളൊരു സമയത്ത് എന്താണ് നമ്മളെയൊക്കെ ഭാവിയിൽ ഉണ്ടാവണമെന്ന് അറിയില്ല. അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ കരുതാനുള്ള ഒരു തുടക്കമാവട്ടെ ഇത്. നമ്മൾ തുടങ്ങി വെക്കുകയാണ്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമാവുകയാണ് ഇന്ന് മുതൽ. കഴിച്ചോ? ഇത് വിഴുന്ന് പൊട്ടിക്കരുത്. ആശുപത്രി പോയതാ? ജലാശുപത്രി പോയിട്ട് വരുന്നത്. കൈ പൊങ്ങണില്ല മോനെ. ഇവിടെ ഒന്നാണ്ട് ഫുഡൊന്നും കഴിക്കില്ല. കഴിക്കാൻ പറ്റൂല. കഴിക്കാൻ വയറ് കേടാണ്. റേഡിയേഷൻ കഴിഞ്ഞ് വെള്ളം മാത്രം ഇല്ല. പോട്ടെ. കഴിച്ചോ? കഴിച്ചാ? എന്നാ കഴിച്ചേ? ചോറുണ്ടാ? ചെയ്ത കാലില് വെള്ളം ആയുർവേദം മരുന്ന് കൊടുക്കല അവിടെയൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ചെയ്തതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അത് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നറിയാൻ വേണ്ടി മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവട്ടെ അത്തരം കാഴ്ചകളൊക്കെ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കരുതലുകളൊക്കെ കരുതാം. നമ്മളൊന്ന് പോയ സമയത്ത് പലരും ഭക്ഷണം കൊടുത്ത പലരും വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ആരും ഇല്ലാത്തവരോ ഒക്കെയാണ്. റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരൊക്കെയാണ്. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ അവരുടെയൊക്കെ വിശപ്പും കൂടി മാറും. നമ്മളെന്തായാലും ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ വലിയ മുതൽ മുടക്കമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ഓരോരുത്തരെ തേടി കണ്ടുപിടിച്ചതാണ് അല്ലേ. നമ്മളിങ്ങനെ തേടി കണ്ടുപിടിച്ച് ഇത്രയും പേരെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. പക്ഷേ അങ്ങനെയല്ലാതെ നമ്മൾ സ്ഥിരം പോകുന്ന വഴിയിൽ നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഇതുപോലെയുള്ള ആളുകൾ കാണും. അപ്പോൾ അവർക്ക് അതൊരു ഉപകാരമാവട്ടെ. നിങ്ങളെക്കൊണ്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. അപ്പോൾ ശരി, ബൈ.